നിർത്തിക്കളഞ്ഞത്? ശരി ചമ്പക, ശരി. ഉൻ സിരിപ്പ് ടെലഫോൺ മണി പോലെ കാതിൽ മുഴങ്കട്ടും ചമ്പകോ. ശരി, ഭയപ്പെட വേണ്ട ചമ്പകോ, പക്കത്തില് വാ. നീ ആരെയാ പാക്കുന്നത്? அந்த ലാസറേപ്പനെ? அந்த ആൾ മുട്ടാൾ കഴുത. ഇതൊന്നും മനസ്സിലാക്കാനുള്ള മൂളയില്ല. നീ അപ്പടിയേ വന്ന് ഒരു കിസ് കൂട്. അയ്യോ, ഞങ്ങൾ കൊക്കയിൽ വീണേ, ഞങ്ങൾ കൊക്കയിൽ വീണേ. അയ്യോ, സോറി, സ്വപ്നത്തിലൊരു ആക്സിഡന്റ് ഉണ്ടായി, ഞങ്ങൾ കൊക്കയിൽ വീണു. ഞങ്ങളാ? ഞങ്ങളെന്ന് പറഞ്ഞ ഞാനും പിന്നെ സ്വപ്നത്തിലെ ഞാനും. കണ്ട പെണ്ണുങ്ങളെ സ്വപ്നം കണ്ടോണ്ട് കിടക്കാണ്ട് പോയി ചായ തിളപ്പിക്കടാ. അല്ല, പണിയും ചെയ്യില്ല. നമ്പർ 12 ഇത് തന്നെ, ഇത് തന്നെ. അണ്ണാച്ചി, ജോയി ഇവിടെയല്ലേ താമസിക്കുന്നത്? ஜோய் சேட்டன் தூங்கிட்டு இருக்காரு, இன்னும் எந்திரிக்கல. தூங்கிட்டு இருக்காரு. തൂക്കിയിട്ടിരിക്കുന്നോ? തൂങ്ങിയിട്ടിരിക്കാറ്, ഉറങ്ങുവാന്ന്. പുതച്ചു കിടന്ന് നല്ല ഉറക്കവാ. ചെന്നവന്റെ നടുവിന് നോക്കി ഒരു ചവിട്ട് കൊടുക്കട്ടാ. അതെന്തിന്? ഒരു സന്തോഷത്തിന്. അവന്റെ ഇളയാപ്പൻ അപ്പുറത്തുണ്ട്. നമുക്ക് അവനെ കട്ടിലോടെ തൂക്കി പുറത്തേക്ക് കൊണ്ടുപോവാം. പുറത്തേക്ക് കൊണ്ടുപോകാനോ? എന്താ കാര്യം? നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഇളയാപ്പൻ കാണണ്ട. ഈ കട്ടിലെടുത്തോണ്ട് ഇളയപ്പൻ എങ്ങോട്ട് പോയി? ഇളയപ്പാ, ഇളയപ്പാ. நம்ம லாசர் இளையப்பன் கட்டில படுத்திருந்தாரு, இப்படி வந்தாரா? அவரா? அது அவருக்கு என்ன உடம்பு சரியில்லையா? ஏன் தூக்கிட்டு போறாங்க? தூக்கிட்டு போய்? ஆறு தூக்கிட்டு போய்? 2 பேர் இப்பதான் தூக்கிட்டு போறாங்க. കർത്താവേ, കാശ് കൊടുക്കാൻ ആരോ പിടിച്ചോണ്ട് പോയതാ. എങ്ങോട്ടാണ് പോയത്? இப்படிதான் போனாங்க. അപ്പോ നീ വേഗം പോയി നമ്മുടെ പണിക്കാരെ മുഴുവൻ അങ്ങോട്ട് വിളിച്ചോണ്ട് പോ. ഞാൻ പോയി നോക്കാം. ചന്തു, നീ ബാഗ് കൊണ്ടുവച്ച് ഇവന്റെ ഇളയാപ്പനുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കെ ഞാൻ ഇവനൊരു ഷോക്ക് കൊടുത്തിട്ട് വന്നേക്കാം. നീ എന്തൊക്കെയായി കാണിക്കുന്നത്? ഉറക്കത്തിന്ന് കട്ടിലേപ്പടി തൂക്കി പറമ്പി കൊണ്ടുവന്നിട്ട് എന്തോന്ന് ഷോക്ക് കൊടുക്കാൻ? അതുകൊണ്ട് നമ്മുടെ ഈ വരവ് ഇവനൊരു ഷോക്കിംഗ് സർപ്രൈസ് ആയിക്കോട്ടെ. നീ ചെല്ല്. ചെല്ലടാ. അപ്പൊ അതാര്? എടാ ചന്തു, നീ എങ്ങനെ ഇവിടെ വന്നു? അപ്പൊ നീ അല്ലേ ആ കട്ടിലിൽ കിടക്കുന്നത്? അത് ഞാനായിരിക്കാൻ വഴിയില്ല. പിന്നെ ഞാൻ വരുന്ന ഇത്ര നേരം തൂക്കിക്കൊണ്ട് നടന്ന ആരെയാ? കുഴപ്പമായി. ജോയി, നീ ഇളയപ്പന്റെ കണ്ണുപ്പെടുന്നതിന് മുമ്പ് പോ. ഇളയാപ്പൻ നീ വാ, ഞാൻ പറഞ്ഞുതരാം. കൊല്ലാൻ നോക്കിയവനാ. മതി മതി മതി, നിർത്ത് നിർത്ത. ഇനി ഇടിച്ചവൻ ചത്തു. ജീവനോടെ പോലീസ് സ്റ്റേഷനെ ഏൽപ്പിക്കാനുള്ളതാ. ഇവന്റെ മുഖം ഒന്ന് കാണട്ടെ. എന്തിനാടാ എന്നെ കൊല്ലാൻ നോക്കിയത്? ഞാൻ ഇളയപ്പനെ രക്ഷിക്കാൻ വന്നതല്ലേ.
ദൈവം കണ്ടതാ രണ്ടുപേര് ഇളയപ്പനെ എടുത്തോണ്ട് പോകുന്നത്. ஆமாங்க நான் பார்த்தேன் 2 பேர் சேர்ந்து தான் தூக்கிட்டு போனாங்க. രണ്ടുപേരാ അതാരാടാ ഈ രണ്ടുപേര്? രണ്ടുപേര് ഞാൻ ഇളയപ്പനെ രക്ഷിക്കാൻ വന്നപ്പോ രണ്ടുപേര് ഓടിക്കളഞ്ഞില്ലേ? അവരെ കണ്ടാ തിരിച്ചറിയോ? ഇല്ല, ഒരിക്കലും അവരെ ഞാൻ കണ്ടാ തിരിച്ചറിയില്ല. അതെന്താടാ തിരിച്ചറിയാ? അവര് മുഖം മൂടി ഉണ്ടായിരുന്നു അവർക്ക്. முகமூடியா? അതെ, മുഖം മൂടി ഒന്നും കണ്ടാ തിരിച്ചറിയാനുള്ള പ്രായം നിനക്കായിട്ടില്ല. മൂടി കണ്ടാ തിരിച്ചറിയാൻ പ്രായം വേണോടാ? വേണം, ഞാനിത് ഇപ്പൊ തെളിച്ചുതരാം. ഇവരെ இந்த ഇളയപ്പനെ രണ്ടുപേര് തൂക്കിയിട്ട് പോരുന്നത് ഈ പാത്തല്ല. അപ്പൊ ഇവർ മുഖം മൂടിയിരുന്നതില്ല. ഇതാ ഞാൻ പറഞ്ഞത് മുഖം മൂടി ഉണ്ടായിരുന്നു എന്ന്. ഇനിയും മുഖം മൂടികൾ കൂട്ടം കൂട്ടമായി വന്ന് ഇളയപ്പനെ മുഴുവനായി കുഴിച്ചു മൂടുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം. ഇപ്പൊ മുഖം മൂടികളുടെ സീസണാ. എന്തോ നീ തിരഞ്ഞു വന്നു വൻപാപിയുള്ളിൽ, എന്തോ നീ തിരഞ്ഞു വന്നു ദുഷ്ടാവാഴിക്കൂ ഞങ്ങൾ. പിന്നെ ഒന്നിരുന്ന് ഓളിയിട്ട് പേടിപ്പിക്കുന്നു. പേടിപ്പിച്ചത് ഇളയപ്പനല്ലേ, ഞാൻ പ്രാർത്ഥിച്ചതല്ലേ. ഇങ്ങനെയാണോടാ പ്രാർത്ഥന കൊല്ലുന്നത്? ഇതേട്ടാ കർത്താവ് പോലും പേടിച്ചോടുമല്ലോ. ഇതേതാ ഈ പുതിയ 2 കുരിശുകള്? ഇത് നാട്ടിൽ നിന്ന് വന്ന കൂട്ടുകാരാ. ഇത് അരവിന്ദൻ, ഇത് ചന്തു. എടാ അന്യജാതിക്കാരെ ഇവിടെ കൊണ്ടൊന്ന് മുട്ടുകുത്തിക്കുക. ഇതെന്താ ധ്യാന കേന്ദ്രമാണോ? അല്ല, അത് ഇളയപ്പം പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോ കൂടെ കൂടിയതാ ഒരു കമ്പനിക്ക്. കമ്പനിക്ക് ഇക്കണക്കിന് ഞാൻ ഭാര്യയായിട്ട് കട്ടിലിൽ കിടക്കുമ്പോ അമ്മ കൂടെ കയറി കിടക്കുമല്ലോ കമ്പനിക്ക്. ഈ ഇളയപ്പന്റെ ഒരു കാര്യം വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. ഇതൊന്നും അല്ല, ഇതിപ്പോ കണ്ടോ, നിങ്ങൾ ഇവിടെ താമസിക്കുമ്പോ ചിരിച്ച് ചിരിച്ച് ചാവും. അണീകടാ ആടാ. നീ എന്താ പറഞ്ഞേ? അവരിവിടെ താമസിക്കുമെന്നോ? എവിടെ? ഇളയപ്പം മറുത്തൊന്നും പറയരുത്. നാട്ടിൽ അവരെന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരാ. കുറച്ച് ദിവസം അവരെ ഇവിടെ താമസിപ്പിച്ചേ പറ്റൂ. പക്ഷെ വെറുതെ താമസിപ്പിക്കണ്ട, വേണമെങ്കിൽ വല്ല ജോലിയും കൊടുത്തേക്കാം. അത് ശരി, താമസിപ്പിച്ചാൽ മാത്രം പോരാ, ജോലിയും കൊടുക്കണം. കഴിഞ്ഞ 6 മാസം പെടാപ്പാടുപെട്ടിട്ടാ എനിക്ക് തന്നെ ഒരു കോൺട്രാക്ട് ഒത്തു കിട്ടിയത്. ഉള്ള കടം വീട്ടാൻ തന്നെ ഈ പണി പോരാ. ഇതിനിടയ്ക്ക് യവന്മാർക്ക് എവിടുന്ന് ശമ്പളം എടുത്ത് കൊടുക്കും ഞാൻ? അതിന് ഇവർക്ക് ശമ്പളം കൊടുക്കണമെന്ന് ആര് പറഞ്ഞു? ശമ്പളം ഇല്ലാത്ത ജോലിയാ ഞാൻ ഇവർക്ക് കൊടുക്കാമെന്ന് പറയുന്നത്. ശമ്പളം ഇല്ലാത്ത ജോലിയാ? അതെ, അപ്രന്റീസ് ട്രെയിനികൾ അങ്ങനെ എടുക്കുന്നവർക്ക് ശമ്പളം കൊടുക്കാൻ എവിടെയും നിയമമില്ല. ആണോ? എങ്കിൽ ഇവിടെയുള്ള മുഴുവൻ പണിക്കാരെ അപ്രന്റീസ് ആക്കോടാ ജോയി. അതൊക്കെ ആദ്യമേ ആലോചിക്കണമായിരുന്നു. ഇപ്പോ ഇവരെ പണിക്ക് നിർത്തണോ വേണ്ടയോ അത് പറ. അങ്ങനെയാണ് അവർ നിന്നോട്ടെ. പിന്നൊരു കാര്യം, ശമ്പളം വേണേ കൊടുക്കാതിരിക്കാം. പിന്നെ ഭക്ഷണം അതെനിക്ക് കൊടുക്കാൻ പറ്റില്ല. ഭക്ഷണം ഒന്നും ഇളയപ്പം കൊടുക്കണ്ട, അവരെടുത്ത് കഴിച്ചോളൂ. എടുത്ത് കഴിച്ചോളൂ. എവിടുന്ന്? എന്റെ ഇളയപ്പ, നാളെ നമ്മൾ മുഴുവൻ പണിക്കാരെ കൊണ്ട് കൊട്ടാരത്തിലേക്ക് പോകല്ലേ? അതെ. പിന്നെ അവരുടെ വകയിലെ ഭക്ഷണവും താമസമൊക്കെ. അതെ. പിന്നെ അതിനെ കുറിച്ച് ആലോചിച്ച് ഇളയപ്പൻ ടെൻഷൻ അടിക്കുന്നത് എന്തിന്? നീ സംസാരിക്ക. ഓക്കെ, ഇളയപ്പൻ സമ്മതിച്ചു. ഇന്ന് മുതൽ നിങ്ങൾ എന്റെ പെയിന്റ് പണിക്കാരാണ്. അപ്രന്റീസ്. അപ്രന്റീസ് അത്രേ പറ്റൂ. അല്ല, കൂടുതലൊന്നും ചോദിക്കണ്ട. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ നാളെ നമ്മൾ ഈ കുടിലിൽ നിന്നും കൊട്ടാരത്തിലേക്ക്